നമസ്കാരം. CJP നേതാവായ അഭിജിത്ത് ദീപ്കെ ഒരു പുലിമടയിൽ ചെന്നുപെട്ടു. പുലിയുടെ പേര് പ്രിയാൻഷി ശർമ്മ. പ്രിയാൻഷി ശർമ്മയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ നിഷ്പ്രഭനായി പോവുകയാണ് CJP നേതാവായിട്ടുള്ള ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടത് ഒരു യുവ പ്രധാനമന്ത്രിയാണ്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്ക് 75 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹം യുവാക്കളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ പ്രാപ്തനല്ല എന്നാണ് അഭിജിത്ത് ദീപ്കെ പറയുന്നത്. പക്ഷേ അഭിജിത്ത് ദീപ്കയോട് വീണ്ടും പ്രിയാൻഷി ശർമ്മ ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട 2014-ലും 2019-ലും 2024-ലും ഈ യുവാക്കളടക്കമുള്ള ആൾക്കാരല്ലേ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുത്തത്? അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് യോഗ്യതയില്ലാത്തത് കൊണ്ടാണോ ഈ യുവാക്കൾ തിരഞ്ഞെടുത്തത് എന്നാണ് അദ്ദേഹം വീണ്ടും പറയാണ്. 28 മുതൽ 29 വയസ്സ് വരെയാണ് പ്രായം. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വിട്ട് നടക്കുന്ന ഒരാളിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുവാനുള്ള യോഗ്യതയില്ല എന്നാണ്. അപ്പോൾ പോസ്റ്റ് ഇടുന്നത് തെറ്റാണോ? എത്രയോ ആൾക്കാർ പോസ്റ്റ് ഇടുന്നു. അപ്പോൾ പോസ്റ്റ് ഇടുന്നത് അദ്ദേഹം ഒഴിവാക്കണമാണോ? അല്ലെങ്കിൽ അദ്ദേഹം പോസ്റ്റ് ഇടാൻ വേണ്ടി മാത്രം ആയി ജീവിതം മാറ്റിവെക്കണമോ എന്നൊക്കെയാണ് പ്രിയാൻഷി ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയണം. അദ്ദേഹം പൂർണ്ണമായും ഈ ഒരു വ്ളോഗറായിട്ട് പ്രധാനമന്ത്രി മാറണം എന്നാണ് അഭിജിത്ത് ദീപ്കെ പറയുന്നത്. വിവരക്കേട് എന്നതല്ലാതെ മറ്റൊന്നും ഈ കാര്യത്തിൽ പറയാനില്ല എന്നതാണ് വാസ്തവം. അദ്ദേഹത്തെ പിന്നീട് വീണ്ടും ചോദിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ യോഗ്യതകളെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. ഇദ്ദേഹം ഇങ്ങനെ റീൽസ് ഇടുന്നു എന്നതിനെക്കുറിച്ച് ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ പിന്നെയും ചോദിക്കുമ്പോൾ വീണ്ടും ഉത്തരം മുട്ടുന്നു. പിന്നെ അടുത്ത മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുന്ന സമയത്ത്, അതായത് നിങ്ങൾ ഇങ്ങനെ പ്രായമായവരെ അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രായമായവർ ഈ തരത്തിൽ ചുമതലകളിൽ വരേണ്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. താങ്കൾ മുമ്പ് പ്രവർത്തിച്ചത് ആം ആദ്മി പാർട്ടിയിലാണ്. ഈ ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഇതേപോലെ പ്രായമാകുമ്പോൾ താങ്കൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനും ഉത്തരമില്ല എന്നതാണ്. BJP നേതാവായിരിക്കുമ്പോൾ മാത്രമാണോ ഇത്തരത്തിലുള്ള പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ബ്ലണ്ടർ, ഒരു എന്താ പറയുക, ബ്ലാ 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 അടിച്ചുകൊണ്ട് ഇദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. യാതൊരു ചോദ്യത്തിനും വ്യക്തമായ ഉത്തരമില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ നീറ്റ് ലീക്കേജ് നടന്നിട്ടുണ്ട്, അത് യുവാക്കളെ ബാധിച്ചു എന്ന് ഇദ്ദേഹം ആവർത്തിച്ച് പറയുമ്പോൾ താങ്കൾ മറ്റു പല കാര്യങ്ങളും ശ്രദ്ധിച്ചോ? BJPയുടെ സർക്കാരിൻ്റെ സമയത്ത് എത്രയധികം സൗജന്യമായ വീടുകൾ, ശൗചാലയങ്ങൾ, ഗ്യാസ് കണക്ഷനുകൾ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. അതിനെക്കുറിച്ച് താങ്കൾക്ക് ബോധ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജോലികൾ പലതും നടന്നിട്ടുണ്ട്, പക്ഷേ യുവാക്കൾ നിരാശയിലാണ് എന്നൊക്കെയാണ് ഇദ്ദേഹം വച്ച് കാച്ചിവിടുന്നത്. അതായത് രാജ്യത്തിനെക്കുറിച്ചോ രാജ്യത്തിൻ്റെ ഭരണവ്യവസ്ഥിതിയെക്കുറിച്ചോ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചോ ഒന്നും ഇദ്ദേഹത്തിന് തികഞ്ഞ കാഴ്ചപ്പാടില്ല. മറിച്ച് മറ്റ് പണ്ടൊക്കെ പറയുന്നത് പോലെ, പണ്ട് ഈ സിനിമകളിലും കോമഡിയിലും ഒക്കെ പറയുന്നത് പോലെ, എന്തൊക്കെ സംഭവിച്ചാലും മുഖ്യമന്ത്രി രാജിവെക്കണം, അതുപോലെ എന്തൊക്കെ സംഭവിച്ചാലും പ്രധാനമന്ത്രി രാജിവെക്കണം, ഈ ഭരണം താഴേക്ക് വീഴണം, ആ സ്ഥാനത്തേക്ക് നാട്ടിൽ ഇവർ യുവാവ് എന്ന് പറയുന്ന 56 വയസ്സുള്ള ഒരു യുവാവുണ്ടല്ലോ, അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടണം. ഇന്ന് ഒരു പ്രത്യേക തരം ഒരു വീഡിയോ ഞാൻ അദ്ദേഹത്തിൻ്റെതായി കാണുകയുണ്ടായി. വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ये E20 का जो मामला है, ये बहुत बड़ा इशू है. नॉर्मली हम कहते हैं कि दाल में कुछ काला है, मगर ये दाल ही काली है. Brothers and sisters, this is a matter of sequencing. In any campaign, we have to decide the sequence of affairs. Our problem right now is that there is so much corruption that there's a huge line in what we have to sequence. Don't worry, this issue, we're going to take it up in a massive way, because this is destroying people's cars, destroying people's scooters, destroying people's lives, and literally is stealing directly from them. കണ്ടില്ലേ, ഒരു കാറ് ഇങ്ങനെ വെറുതെ അതിൻ്റെ പെട്രോൾ ടാങ്ക് തുറന്നിട്ട് അതിൽ കംപ്ലൈൻ്റ് ഉണ്ട് എന്ന് പറയുന്നത്. കംപ്ലൈൻറ്റിൻ്റെ കാരണം E20 എത്തനോൾ ലിങ്ക്ഡ് പെട്രോളാണ്, എത്തനോളുമായി എത്തിലേറ്റഡ് പെട്രോളാണ് എന്നതാണ് അതിൻ്റെ കാരണമെന്നാണ് ഇദ്ദേഹം
പറയുന്നത് ഈ എഥനോൾ ആഡ് ചെയ്യുന്ന ഈ പെട്രോൾ കാരണം വണ്ടി കേടായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഇങ്ങനെ മാത്രം കാണിച്ചാൽ മതിയോ? യഥാർത്ഥ കംപ്ലൈൻറ്റ് എന്താണ് എന്ന് പറയണ്ടേ? ഞങ്ങൾ അഴിമതിക്കെതിരെ പിന്നീട് പോരാട്ടം നടത്തുകയാണ് എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പക്ഷേ അദ്ദേഹം ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ജനങ്ങളോട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത്. വണ്ടിക്ക് ഇന്ന ഉള്ള കംപ്ലൈൻറ്റുകൾ ഈ E20 ആഡ് ചെയ്ത പെട്രോൾ വാങ്ങി ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്ന് മോചിതമാകണമെങ്കിൽ ഇത്തരത്തിലുള്ളതായ ഒരു ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരം കണ്ടെത്തണം. ഇങ്ങനെയൊക്കെയാണ് ക്രിയാത്മകമായി വിമർശിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും PR ഏജൻസിക്കാർ പറയുന്നത് കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചതുപോലെ നാട്ടിലെ ജൻസികളെല്ലാം കൂടെ കയറി ഇരുന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ എയറിലാക്കി അങ്ങ് വിടും. പിന്നെ താഴെ ഇറങ്ങാൻ പോലും കഴിഞ്ഞു എന്ന് വരില്ല. സ്ഥിരം താങ്കൾ എയറിലാണ് എന്നുള്ള കാര്യം അറിയാം. പക്ഷെ ഒന്ന് ഓർക്കേണ്ടത്, ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ വ്യക്തമായി കാര്യങ്ങളെക്കുറിച്ച് അപഗ്രഥിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ പ്രതികരിക്കാവൂ. പ്രതികരിക്കുമ്പോൾ വളരെ കൃത്യമായി എന്താണ് അതിൻ്റെ പോരായ്മയെന്ന് ജനങ്ങൾക്ക് ബോധ്യമാകണം. അല്ലെങ്കിൽ എല്ലാ കാലത്തും ഇത്തരത്തിൽ ഭാവി പ്രധാനമന്ത്രിയായിരിക്കുവാനേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അഭിജിത്ത് ദീപ്കയുടെ CJPയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുമ്പോൾ തന്നെ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പോരായ്മയെക്കുറിച്ച് പോലും അദ്ദേഹം ഇതുവരേക്കും ചിന്തിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം വൈപ്പ് ഔട്ട് ആകാൻ പോകുന്നത് യഥാർത്ഥത്തിൽ BJP അല്ല. BJP ഇപ്പോഴും NDA ഇപ്പോഴും അതിശക്തമായ രീതിയിൽ ഒരു നേതൃത്വത്തിന് കീഴിലാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആ നേതൃത്വത്തിന് കീഴിൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് വ്യക്തമായി ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ അജണ്ടയുണ്ട്. ഇപ്പോൾ ഈ നീറ്റ് ലീക്കേജുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ ആദ്യമായി പുറത്തു പറയുന്നത് BJPയാണ്, BJPയുടെ നേതാക്കന്മാരാണ്. അങ്ങനെ അത് തുറന്നു പറയുകയും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം CJP പെട്ടെന്ന് സമരവുമായി എത്തിയപ്പോൾ ഒരു മാസത്തിനകം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെച്ചു. ഒപ്പം സാങ്കേതികമായി മികച്ച ഒരു സംവിധാനം ഇനിയൊരു ലീക്കേജ് ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. നന്ദൻ നീലേഖനിയെ പോലുള്ള ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു ഇൻഫോസിസിന്റെ കോഫൗണ്ടർ, ഏറ്റവും പ്രഗത്ഭനായ ഒരു സാങ്കേതിക വിദഗ്ധനെ അതിൻ്റെ മേൽത്തട്ടിൽ കൊണ്ടുവന്നു. ISROയുടെ മുൻ ചെയർമാൻ S സോംനാഥിനെ അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നു. അത്തരത്തിൽ വളരെ കൃത്യമായ രീതിയിൽ നല്ല ഒരു മെക്കാനിസം തന്നെ ഇനിയൊരു ലീക്കേജ് ഉണ്ടാകാൻ പാകത്തിനുണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുവരികയാണ് ചെയ്തത്. ഇത്തരമൊരു പരിഹാരം കണ്ടെത്തി എടുക്കുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിച്ചില്ല എന്നതാണ്. പ്രിയാൻഷി ശർമ്മ ചോദിക്കുകയാണ് വീണ്ടും അഭിജിത്ത് ദീപ്കയോട് ചോദിക്കുമ്പോൾ, അതായത് നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ, എത്രയോ ലീക്കേജാണ് UPAയുടെ ഭരണകാലത്ത് ഉണ്ടായത്, അപ്പോൾ എന്ത് മാറ്റമാണ് വരുത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അവിടെയൊന്നും അഭിജിത്ത് ദീപ്കയ്ക്ക് മറുപടിയില്ല. ഈ പുലിമടയിൽ ചെന്ന് ചാടിയ പൂച്ചക്കുട്ടിയുടെ അവസ്ഥയിലേക്ക് അഭിജിത്ത് ദീപ്കെ മാറിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുമുള്ള പ്രശ്നം. ഇത്തരത്തിൽ രാജ്യത്തിനകത്ത് ഒരു യുവതയുടെ പ്രക്ഷോഭം നയിക്കുന്ന നായകൻ തീർച്ചയായിട്ടും ആ ജനതയുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച്, തനിക്കതിലെന്താണ് പറയാനുള്ളതിനെക്കുറിച്ച് പുതിയൊരു സ്കീം ഞങ്ങൾക്ക് മുമ്പിലുണ്ട്. അത് യുവാക്കളെ വളരെയധികം ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും രാജ്യത്തിന് അനുഗുണമായി അവരെ മാറ്റിയെടുക്കുവാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയുവാനുള്ള ത്രാണിയും ശേഷിയും വേണ്ട ഒരാളാണ് നേതാവ്. എന്നാൽ അഭിജിത്ത് ദീപ്കയോ സൗരഭ് ദാസോ അത്തരത്തിലുള്ള നേതാക്കന്മാരല്ല എന്ന് ഇതിനോടകം തന്നെ അവർ തെളിയിച്ചതാണ്. കാരണം വിദ്യാർത്ഥികൾ മരണപ്പെട്ടു എന്ന വളരെ വളരെ വലിയ രീതിയിലുള്ള ആവേശത്തിൻ്റെ, അതായത് ആ ഒരു വിഷമത്തിൻ്റെ, ആവേശം എന്നതല്ല വിഷമത്തിന് പുറത്താണ് ഒരു സമരം നടത്തുന്നത്, ആ ഒരു ദേഷ്യത്തിന് പുറത്ത്. അങ്ങനെ മരണപ്പെട്ടതിൽ സർക്കാരിൻ്റെ പങ്കുണ്ട്. സർക്കാർ കൃത്യമായി രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കാത്തത് കൊണ്ടാണ് അവർ മരണപ്പെട്ടത്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയ സമരം കഴിഞ്ഞ് ആ സമരത്തിനൊരു പരിഹാരം ഉണ്ടായപ്പോൾ അവർ ചെയ്തത് നേരെ ചെന്ന് ഈ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളെ കാണുകയല്ല, മറിച്ച് ഈ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോവുകയും അവിടെ ആഹ്ലാദ നൃത്തം ചെയ്യുകയും ഒക്കെയാണ് ചെയ്തത്. ഇവരാരും തന്നെ നിരാഹാര സമരം ഇരുന്നില്ല, മറിച്ച് അക്രമ പ്രവർത്തനങ്ങളെ തടയുവാൻ പോലുമുള്ള കാര്യങ്ങൾ ചെയ്തില്ല. അവിടെ എന്തൊക്കെ തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളാണ് നടന്നത്? ദേശീയ പോലീസ് സംവിധാനത്തിന് നേരെ ഒരു രീതിയിലും ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിൽ
അക്രമങ്ങൾ നടന്നു, അവർക്കെതിരെ കല്ലേറ് നടത്തി. 150-ലധികം ആൾക്കാർക്കാണ് പരിക്കേറ്റത്, വനിതകൾക്ക് പരിക്കേറ്റു. രാജ്യത്തിൻ്റെ ക്രമസമാധാനം തകർന്നു, വാഹനങ്ങൾ അടിച്ചു തകർത്തു, പോലീസ് വാനുകളും അതോടൊപ്പം തന്നെ മറ്റ് ജീപ്പും അനുബന്ധ സൗകര്യങ്ങളും അടിച്ചു തകർക്കുകയുണ്ടായി. രാജ്യത്ത് അരാജകത്വം സൃഷ്ടിച്ചു. പല രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ ഇതിനിടയിൽ നടന്നു. പഞ്ചാബ് പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത് ഭീകരവാദികൾ പോലും ഇതിനിടയിലേക്ക് നുഴഞ്ഞുകയറിയിട്ടുണ്ടായിരുന്നു എന്നാണ്. അത്തരത്തിൽ രാജ്യത്തിനെ പ്രതിസന്ധിയിലാക്കുന്ന ഈ സമരത്തിൽ ഇവരെന്ത് ലീഡർഷിപ്പ് റോളാണ് നടത്തിയത്? അവർക്കിതിനകത്തേക്ക് ഉത്തരവാദിത്തമില്ലേ? ഞങ്ങൾ നേരിട്ടൊരു അക്രമവും നടത്തിയില്ല എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാനോ നേരിട്ട് ചെന്ന് ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് വഴിയൊരുക്കിയില്ലല്ലോ. അത് വഴിയൊരുക്കിയത് ഉദ്യോഗസ്ഥരല്ലേ. അവരെ പറഞ്ഞു വിടുകയും ചെയ്തു. പിന്നെ എന്തിനാണ് ഈ സമരം നടത്തിയത്? തീർച്ചയായിട്ടും ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. അതേ ഉത്തരവാദിത്വം തന്നെ ഇവർക്കുമില്ലേ? അപ്പോൾ അങ്ങനെ പലപ്പോഴും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈകഴുകുകയും രാഷ്ട്രീയമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം സമരം നടത്തുകയുമായിരുന്നു CJP ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇനി ഒരിക്കലും ഇതേപോലുള്ള അവതാരകരുടെ മുമ്പിൽ പോയി പെടരുത് അഭിജിത്ത് ദീപ്കെ എന്ന ഒരു അഭിപ്രായമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.